ഹലോ ദ പെർഫ്യൂം പ്രൊജക്റ്റ് ബൈ ശ്രുതി. അതായത് ശ്രുതി രജനീകാന്തിൻ്റെ പുതിയൊരു പ്രൊജക്റ്റാണ് പെർഫ്യൂമിൻ്റെ. എനിക്ക് പെർഫ്യൂം അഡിക്റ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോംബോ പാക്കാണ് പർച്ചേസ് ചെയ്തത്. അതിൽ 3 വരും. അതിൽ 3 ബോട്ടിൽ 2 ബോട്ടിൽ എങ്ങനെയോ ഡെലിവറി ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടായിരിക്കണം ചിലപ്പോൾ പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനിത് ഓപ്പൺ വീഡിയോ ഞാൻ എടുക്കുന്നതായതുകൊണ്ട് എടുത്തത്. അതുപോലെ തന്നെ അവരെ DM അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന്. അവരെന്ത് സൂപ്പറായിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നു. കുഴപ്പമില്ല, സാരില്ല മാം, ഞങ്ങൾ അതുപോലെ സെൻഡ് ചെയ്യാം, വേറെ അയച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബോട്ടിലാണല്ലോ പൊട്ടിപ്പോയത്, അപ്പോൾ അത് മാത്രമായിരിക്കും എനിക്ക് കിട്ടുക എന്നാണ്. സെയിം സാധനം 3 ബോട്ടിലായിട്ട് എനിക്ക് അവർ അയച്ചു തന്നു. ഞാനത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് റിവ്യൂ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഇന്നടിച്ചതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഡ്രസ്സിൽ അതേ സ്മെല്ലുണ്ടാവും. അതായത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 3 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇനി ബാക്കിയുള്ളതെന്ന് ചൊരെണ്ണമാണ്. അത് ക്യാൻഡിയാണ്. ക്യാൻഡി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നെ തിന്നാൻ തോന്നും, അത്രയ്ക്ക് അടാറ് സ്മെല്ലാണ്. ഇത്രയും സൂപ്പർ പ്രൊഡക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പെർഫ്യൂം നന്നായി എല്ലാവരുടെ അടുത്തും മേടിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ID ഞാനിവിടെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അവരെ DM അയച്ച് പർച്ചേസ് ചെയ്യാൻ നോക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതിയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. അതെനിക്ക് അധികം ഒരു സ്ഥലത്തൊന്നും കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് ID ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. അപ്പോൾ ബൈ.